നമസ്കാരം. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ പങ്കുവച്ച കുറച്ച് രേഖകളെ കുറിച്ചാണ്. നമ്മുടെ മുന്നിലുള്ളത് കഴിവ് അഥവാ KZIVE എന്നൊരു ലൈഫ് സ്കിൽ അക്കാദമിയുടെ ആശയങ്ങളാണ്. ഇതിൽ ഒറ്റനോട്ടത്തിൽ യോഗ, എഡ്യൂക്കേഷൻ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അങ്ങനെ പലതും കാണാം. പക്ഷേ ഇതിന്റെ എല്ലാം കാതൽ ഒന്നാണ്, അല്ലേ? എങ്ങനെ നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കി ഒരു മികച്ച മാനസികാവസ്ഥയിലേക്ക് എത്താം എന്നത്. അതെ അതെ, കൃത്യമായി പറഞ്ഞാൽ അതാണ്. പുറത്തുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് മുൻപ് നമ്മുടെ ഉള്ളിലെ ആ പ്രോഗ്രാമിംഗ് ശരിയാക്കുക. പ്രോഗ്രാമിംഗ് കൊള്ളാമാ വാഗ്. അതെ, ആദ്യം പ്രശ്നം എന്താണെന്ന് തിരിച്ചറിയുക, പിന്നെ അത് നേരിടാനുള്ള കഴിവ് വളർത്തുക, എന്നിട്ട് ആ കഴിവ് സമൂഹത്തിനു വേണ്ടി ഉപയോഗിക്കുക. ഈ ഒരു യാത്രയാണ് ഈ രേഖകൾ മുന്നോട്ട് വെക്കുന്നത്. കഴിവ് KZIVE, ഈ പേരിൽ തന്നെ ഉണ്ടൊരു കൗതുകം. കേൾക്കുമ്പോ നമ്മുടെ ഒക്കെ ഉള്ളിലുള്ള എന്തോ ഒന്നിനെ കുറിച്ചാണ് ഇവർ സംസാരിക്കുന്നത് എന്ന് തോന്നുന്നു. എന്താണ് ഈ പേരിന് പിന്നിലെ ആശയം? നിങ്ങളുടെ ആ നിരീക്ഷണം വളരെ ശരിയാണ്. ഓരോ മനുഷ്യന്റെ ഉള്ളിലും വലിയ കഴിവുകളുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മുടെ ചിന്തകളും ശീലങ്ങളും ഒക്കെ ആ കഴിവിന് മുകളിൽ ഒരു മറ പോലെയാണ്. ഒരു മറ പോലെ? അതെ, ആ മറയെ മാറ്റി ഉള്ളിലെ കഴിവിനെ പുറത്തു കൊണ്ടുവരാൻ സഹായിക്കുക, അതാണ് ഇവരുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് കഴിവ് എന്ന പേരിന് ഇവിടെ ഇത്രയധികം പ്രാധാന്യം. ഓക്കെ, അപ്പോൾ ആ മറ, അതിനെ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്? ഈ രേഖ തുടങ്ങുന്നത് തന്നെ വളരെ ശക്തമായ ഒരു വാചകത്തോടെയാണ്. ആരും കുറ്റക്കാരായി ജനിക്കുന്നില്ല, എല്ലാം ഒരു മാനസികാവസ്ഥയാണ്. കാര്യങ്ങൾ നീട്ടിവെക്കുന്നത്, ആത്മവിശ്വാസമില്ലായ്മ, മറ്റുള്ളവരോട് സ്നേഹമില്ലായ്മ, ഇതൊക്കെ വെറും സ്വഭാവ ദൂഷ്യങ്ങളല്ല, മറിച്ചൊരു അനാരോഗ്യകരമായ മാനസികാവസ്ഥയുടെ ലക്ഷണങ്ങളാകാം എന്നാണ് ഇവർ പറയുന്നത്. കൃത്യമായി. ഇതിൽ പറയുന്ന ഒരു ആശയം എന്നെ ശരിക്കും ആകർഷിച്ചു. വിശ്വാസക്കുറവും സംശയവുമാണ് എല്ലാ അസുഖങ്ങൾക്കും കാരണമെന്ന്. ആണോ? ഇതിൽ ഓരോ കോശത്തെയും വിഷലിപ്തമാക്കുന്നു. അത് പിന്നീട് ശാരീരികമായ അസുഖങ്ങളായി മാറുന്നു. അതായത് മനസ്സ് പണി തന്നാൽ പിന്നെ ശരീരം എത്ര ഫിറ്റ് ആയിരുന്നിട്ടും കാര്യമില്ല. അത്ര സിമ്പിളായി പറയുന്നു. ശരിയാണ്. അപ്പോൾ നമ്മുടെ മനസ്സ് നമുക്ക് പണി തരുന്നുണ്ടോ എന്ന് എങ്ങനെ അറിയാം? അതിനായി ഈ രേഖയിൽ ഒരു ചോദ്യാവലി തന്നെയുണ്ട്. ഒരു ലിസ്റ്റ് പോലെ വായിക്കുന്നതിന് പകരം നമുക്കതൊന്ന് ചർച്ച ചെയ്യാം, അല്ലേ? തീർച്ചയായും, അതാണ് നല്ലത്. ഇതിലെ ചോദ്യങ്ങളെ നമുക്കൊരു മൂന്നായിട്ട് തിരിക്കാമെന്ന് തോന്നുന്നു. ഓക്കെ, എങ്ങനെ? 1, നമ്മൾ നമ്മളോട് തന്നെ എങ്ങനെ പെരുമാറുന്നു? ശരിയാണ്. 2, നമ്മൾ മറ്റുള്ളവരുമായി എങ്ങനെ ഇടപെടുന്നു? പിന്നെ 3, നമ്മുടെ ഉള്ളിലെ വൈകാരികാവസ്ഥ. ഈ 3 മേഖലകളും ഇതിൽ വ്യക്തമാണ്. വളരെ നല്ലൊരു നിരീക്ഷണമാണത്. കാരണം ഈ 3 മേഖലകളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്നിലെ പ്രശ്നം മറ്റൊന്നിനെയും ബാധിക്കും. അതെ, ആദ്യത്തെ വിഭാഗത്തിൽ വരുന്ന ചില ചോദ്യങ്ങൾ, ഉദാഹരണത്തിന് ഒരാൾ എന്തെങ്കിലും ചെയ്യാൻ പറയുമ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾ സ്ഥിരമായി പറയാറുണ്ടോ? അല്ലെങ്കിൽ സ്വന്തം കഴിവിൽ വിശ്വാസമില്ലായ്മ തോന്നാറുണ്ടോ? കാര്യങ്ങൾ പിന്നീട് ചെയ്യാനായി മാറ്റിവെക്കുന്ന ശീലമുണ്ടോ? ഇത് നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന ഒരു ദ്രോഹമാണല്ലേ? തീർച്ചയായും, ഇതിനെ സെൽഫ് സാബോട്ടാജ് എന്ന് പറയാം. ഒരു കാര്യം തുടങ്ങുന്നതിന് മുൻപേ പരാജയം സമ്മതിക്കുന്ന ഒരു മാനസികാവസ്ഥ. ഈ രേഖ പറയുന്നത് ഇത് കഴിവിന്റെ കുറവല്ല, മറിച്ച് ആത്മവിശ്വാസത്തിന്റെ കുറവാണ് എന്നാണ്. ആത്മവിശ്വാസക്കുറവ്? അതെ, ആ ചിന്ത ഒരു കള പോലെ വളർന്ന് നമ്മുടെ എല്ലാ സാധ്യതകളെയും ഇല്ലാതാക്കും. ഇനി രണ്ടാമത്തെ വിഭാഗത്തിലേക്ക് വരാം. നമ്മുടെ സാമൂഹിക ബന്ധങ്ങൾ. മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ മടിയോ വിമുഖതയോ തോന്നാറുണ്ടോ? സ്വന്തം അഹങ്കാരത്തിൽ മുഴുകിയിരിക്കാറുണ്ടോ? അല്ലെങ്കിൽ മറ്റുള്ളവരെ സ്നേഹിക്കാനോ ബഹുമാനിക്കാനോ ക്ഷമയോടെ കേൾക്കാനോ കഴിയാതെ വരുന്നുണ്ടോ? ഈ അഹങ്കാരവും വിഷാദവും തമ്മിലൊരു ബന്ധമുണ്ടെന്ന് സാധാരണ ആരും ചിന്തിക്കാറില്ല. പക്ഷേ ഈ രേഖ ആ ബന്ധം വരച്ച് കാണിക്കുന്നുണ്ട്. അഹങ്കാരം എന്നത് പലപ്പോഴും ഉള്ളിലെ അപകർഷതാബോധത്തെ മറച്ചു വെക്കാനുള്ള ഒരു മുഖം മൂടിയാണ്. കൊള്ളാം. ഞാൻ മറ്റുള്ളവരെക്കാൾ മുകളിലാണ് എന്ന് ചിന്തിക്കുന്നത് ഞാൻ ഒന്നിനും കൊള്ളില്ല എന്ന ഭയത്തിൽ നിന്നാകാം. അതുപോലെ മറ്റൊരാളെ സഹായിക്കാൻ മടി തോന്നുന്നത് ഒരുതരം വൈകാരികമായ പിശുക്കാണ്. സന്തോഷം പങ്കുവെക്കുമ്പോൾ കുറഞ്ഞു പോകില്ല എന്ന് മനസ്സിലാക്കാത്ത ഒരവസ്ഥ. ശരിയാണ്. ഇനി മൂന്നാമത്തെ വിഭാഗം, നമ്മുടെ ഉള്ളിലെ ലോകം. കാരണമില്ലാതെ ദേഷ്യമോ പേടിയോ തോന്നുക, ആളുകളെ അഭിമുഖീകരിക്കാൻ ധൈര്യക്കുറവ്, ശ്രദ്ധ ഒരു കാര്യത്തിൽ മാത്രം കുടുങ്ങിപ്പോവുക, എപ്പോഴും ഒരു ക്ഷീണം, ഒന്നിനും ഒരു ഉത്സാഹമില്ലായ്മ.
ഈ ചോദ്യങ്ങളെല്ലാം ഒരു കണ്ണാടി പോലെയാണ്, നമ്മുടെ ഉള്ളിലേക്ക് നോക്കാൻ പ്രേരിപ്പിക്കുന്നു. അതെ, ഇതൊരു രോഗനിർണയത്തിനുള്ള ടൂൾ എന്നതിലുപരി ഒരു സ്വയം തിരിച്ചറിവിനുള്ള ഉപാധിയാണ്. ഇതിൽ കൂടുതൽ ചോദ്യങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരം അതെ എന്നാണെങ്കിൽ ഞാനൊരു മോശം വ്യക്തിയാണ് എന്ന് വിധിയെഴുതാനല്ല ഈ രേഖ പറയുന്നത്. പിന്നെയോ? മറിച്ച് എന്റെ മനസ്സിന് കുറച്ചുകൂടി ശ്രദ്ധയും പരിചരണവും ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കാനാണ്. ശരിയാണ്. ആ കണ്ണാടിയിൽ നമ്മൾ കാണുന്ന പ്രതിബിംബം അത്ര സുഖകരമല്ലെങ്കിൽ സ്വാഭാവികമായും അടുത്ത ചോദ്യം ഇനി എന്ത് എന്നതാണ്. വെറുതെ പ്രശ്നം തിരിച്ചറിഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലോ. അവിടെയാണ് ഈ രേഖയുടെ അടുത്ത ഭാഗം പ്രസക്തമാകുന്നത്. അതെ, അവർ ഇതിനെ ജീവിതത്തിന്റെ ABCDZ എന്ന് വിളിക്കുന്നു. ഇതൊരു രോഗനിർണയമല്ല, മറിച്ച് ഒരു ചികിത്സാ വിധിയാണ്. അതെ, 30 ദിവസത്തെ ഒരു പഠന പദ്ധതിയായാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. ഓരോ ദിവസവും ഓരോ തത്വത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. എനിക്കിവിടെ ഒരു സംശയമുണ്ട്. ഈ A to Z ലിസ്റ്റ് കാണുമ്പോ A for action, B for believe, D for discipline എന്നൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു മോട്ടിവേഷണൽ പോസ്റ്ററിൽ കാണുന്ന വാക്കുകളല്ലേ? ജീവിതത്തിൽ ശരിക്കും ബുദ്ധിമുട്ടുന്ന ഒരാൾക്ക് ഇതൊരു ഉപദേശമായി മാത്രം തോന്നില്ലേ? ഈ തിയറിയും പ്രാക്ടീസും തമ്മിലുള്ള വിടവ് നികത്താൻ ഈ രേഖയിൽ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇവരൊരു പ്രായോഗികമായ അർത്ഥം കൊടുക്കുന്നുണ്ട്. ഉദാഹരണത്തിന് D for ഡിസിപ്ലിൻ എടുക്കാം. ഡിസിപ്ലിൻ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുന്ന പട്ടാളച്ചിട്ടയെ കുറിച്ചാണ് സാധാരണയായി. അതെ, എന്നാൽ ഈ രേഖ പറയുന്നത് ചിന്തകളിലെ ഡിസിപ്ലിനെ കുറിച്ചാണ്. അതായത് നമ്മുടെ സമ്മതമില്ലാതെ മനസ്സിലേക്ക് കടന്നുവരുന്ന നെഗറ്റീവ് ചിന്തകളെ തിരിച്ചറിഞ്ഞ് അതിന് അവിടെ സ്ഥാനം കൊടുക്കാതിരിക്കാനുള്ള ഒരു മെന്റൽ ഹൈജീൻ. അത് കൊള്ളാം. അതായത് രാവിലെ പല്ല് തേക്കുന്നത് പോലെ മനസ്സിലെ ആവശ്യമില്ലാത്ത ചിന്തകളെയും ദിവസവും വൃത്തിയാക്കുക. കൃത്യം, അത് തന്നെ. അതുപോലെ മറ്റൊന്നാണ് L for ലൈഫ് ലൈൻ എന്നാൽ ഒരുപാട് സുഹൃത്തുക്കൾ എന്ന് മാത്രമല്ല അർത്ഥമാക്കുന്നത്. പിന്നെന്താണ്? നമ്മുടെ വീഴ്ചകളിൽ നമ്മളെ വിധിക്കാതെ താങ്ങി നിർത്തുന്ന, നമ്മുടെ മുന്നിൽ പൂർണ്ണമായി ദുർബലരാകാൻ കഴിയുന്ന 1-2 ആഴത്തിലുള്ള ബന്ധങ്ങൾ. വിഷാദ സമയങ്ങളിൽ ഒറ്റപ്പെടൽ ഒരു പ്രധാന ഘടകമാണ്. അതിനെ പ്രതിരോധിക്കാൻ ഇത്തരം ലൈഫ് ലൈനുകൾ അത്യാവശ്യമാണ്. Q for question എന്നതും എനിക്ക് കൗതുകകരമായി തോന്നി. ചോദ്യം ചോദിക്കുക എന്നത് എങ്ങനെയാണ് മാനസികാരോഗ്യത്തെ സഹായിക്കുന്നത്? മാനസികമായ മുരടിപ്പാണ് പലപ്പോഴും വിഷാദത്തിലേക്ക് നയിക്കുന്നത്. എല്ലാം എനിക്കറിയാം, അല്ലെങ്കിൽ ഇനി പുതിയതായി ഒന്നും പഠിക്കാനില്ല എന്ന ചിന്ത അപകടകരമാണ്. ക്വസ്റ്റ്യൻ എന്നതുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് നിരന്തരമായ അന്വേഷണമാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കാനും സ്വന്തം വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യാനും ലോകത്തെ ഒരു കുട്ടിയുടെ കൗതുകത്തോടെ കാണാനുമുള്ള ഒരു മാനസികാവസ്ഥ. ആ കൗതുകം. അതെ, ആ കൗതുകം നിലനിൽക്കുന്നിടത്തോളം കാലം മനസ്സ് യുവത്വമുള്ളതായിരിക്കും. അപ്പോൾ ഈ A to Z ചട്ടക്കൂട് എന്നത് ചെയ്യേണ്ട കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് അല്ല, മറിച്ച് വളർത്തിയെടുക്കേണ്ട മാനസികാവസ്ഥകളുടെ ഒരു ശേഖരമാണ്. തീർച്ചയായും. അത് പ്രശ്നത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റി പരിഹാരത്തിലേക്ക് നമ്മളെ നയിക്കുന്നു. ഓരോ ദിവസവും ഓരോ ചെറിയ നല്ല ശീലം ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ വലിയ മാറ്റങ്ങൾ സാധ്യമാകും എന്നൊരു പ്രായോഗിക സമീപനമാണ് ഇതിലുള്ളത്. ശരി. അപ്പോൾ ഈ AZ ചട്ടക്കൂട് എന്ത് ചെയ്യണം എന്ന് പറയുന്നു. ഇനി എങ്ങനെ ചെയ്യണം എന്നതിലേക്ക് വരാം. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധിയായി ഈ രേഖ മുന്നോട്ട് വെക്കുന്നത് യോഗയാണ്. യോഗ ഒരു വ്യായാമം മാത്രമല്ല, മനസ്സിനെ കീഴടക്കാനുള്ള ഒരു കലയാണെന്ന് ഇവർ പറയുന്നു. അതെ, അതിനായി പതഞ്ജലിയുടെ പ്രശസ്തമായ നിർവചനം ഇവർ ഉദ്ധരിക്കുന്നുണ്ട്. യോഗഃ ചിത്തവൃത്തി നിരോധ. ഈ വാക്കുകൾക്ക് നല്ല ഭാരമുണ്ട് അല്ലേ? തീർച്ചയായും. നമുക്കതൊന്ന് പൊളിച്ചു നോക്കാം. ആയിക്കോട്ടെ. ചിത്തം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ്. വൃത്തി എന്ന് പറഞ്ഞാല് അതിലെ ചിന്തകളാണോ ആ ഓളങ്ങൾ? കൃത്യം, ആ ഓളങ്ങൾ, ആ ചലനങ്ങൾ. നിരോധ എന്ന് വെച്ചാൽ അതിനെ നിയന്ത്രിക്കുക. അപ്പോൾ നമ്മുടെ പ്രശ്നം ചിന്തകൾ ഉള്ളതല്ല, മറിച്ച് ആ ഓളങ്ങളിൽ നമ്മൾ ഒലിച്ചു പോകുന്നതാണ്. അത് ശരിയാണ്. മനസ്സിന്റെ ഓളങ്ങളെ ഇല്ലാതാക്കലല്ല യോഗയുടെ ലക്ഷ്യം. അത് സാധ്യവുമല്ല. കടലിൽ തിരകൾ ഉണ്ടാകുന്നത് പോലെ മനസ്സിൽ ചിന്തകൾ ഉണ്ടാകും. എന്നാൽ ആ തിരയിൽപ്പെട്ട് മുങ്ങിപ്പോകാതെ ഒരു സർഫറെ പോലെ അതിന് മുകളിലൂടെ സഞ്ചരിക്കാൻ പഠിപ്പിക്കുകയാണ് യോഗ ചെയ്യുന്നത്. കൊള്ളാം. ചിന്തകളെ അതിന്റെ അടിമയാകാതെ ഒരു സാക്ഷിയെ പോലെ നോക്കിക്കാണാൻ പഠിപ്പിക്കുക. അതെ, അതാണ് പ്രധാനം.
ആ ഒരു ആശയം ഇന്നത്തെ കാലത്ത് വളരെ പ്രസക്തമാണ്. കാരണം നമ്മുടെയൊക്കെ മനസ്സ് ഒന്നുകിൽ ഇന്നലെ നടന്ന കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ നാളെ എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ചോ ചിന്തിച്ച് എപ്പോഴും അശാന്തമാണ്. അതെ, ആ ഓട്ടത്തെ വർത്തമാന നിമിഷത്തിലേക്ക്, അതായത് ഇവിടെയും ഇപ്പോഴും എന്ന അവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവരാനാണ് യോഗ സഹായിക്കുന്നത്. ഈ രേഖ പറയുന്നത് അച്ചടക്കം, ശ്രദ്ധ, ആത്മവിശ്വാസം, ശരിയും തെറ്റും വിവേചിക്കാനുള്ള ശേഷി, മാനസിക ദൃഢത ഇവയെല്ലാം ഈ വർത്തമാന നിമിഷത്തിലെ ജീവിതം നമുക്ക് നൽകുന്നു എന്നാണ്. ഈ രേഖയിൽ പറയുന്ന മറ്റൊരു കാര്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ശരീരത്തിന് ഭക്ഷണം പോലെ മനസ്സിന്റെ ഭക്ഷണമാണ് നല്ല ചിന്തകൾ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കാലറിയെക്കുറിച്ചും പോഷകങ്ങളെക്കുറിച്ചും ഇത്രയധികം ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സ് കഴിക്കുന്ന ചിന്തകളെക്കുറിച്ച് നമ്മൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ഇതൊരു ലളിതമായ എന്നാൽ വളരെ ശക്തമായ ഒരു ഉപമയാണ്. തീർച്ചയായും. ഒരു ദിവസം നമ്മൾ എത്രമാത്രം നെഗറ്റീവ് ചിന്തകളാണ് മനസ്സിലേക്ക് എടുക്കുന്നതെന്ന് ആലോചിച്ചു നോക്കൂ. പത്രവാർത്തകൾ, സോഷ്യൽ മീഡിയയിലെ വഴക്കുകൾ, മറ്റുള്ളവരെ കുറിച്ചുള്ള കുറ്റം പറച്ചിൽ, ഇതെല്ലാം ജങ്ക് ഫുഡ് പോലെയാണ് മനസ്സിന്. ശരിയാണ്, അത് മനസ്സിനെ ദുർബലമാക്കും. അതെ. അതേസമയം സ്നേഹം, ദയ, നന്ദി, പ്രതീക്ഷ തുടങ്ങിയ പോസിറ്റീവ് ചിന്തകൾ മനസ്സിനെ പോഷിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ എന്തു ചിന്തിക്കുന്നുവോ അത് നമ്മളായി തീരുന്നു എന്ന ആശയം തന്നെയാണ് ഇവിടെയും വരുന്നത്. അതെ, ആ ആശയം കുറച്ചുകൂടി ആഴത്തിൽ ഇവർ പറയുന്നുണ്ട്. നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെ വരെ ദോഷകരമായി ബാധിക്കുമ്പോൾ പോസിറ്റീവ് ചിന്തകൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഊർജം നൽകുന്നു. യോഗയും ധ്യാനവുമൊക്കെ ഈ പോസിറ്റീവ് ചിന്തകളെ വളർത്താൻ ശക്തമായ ഉപകരണങ്ങളാണ്. അത് നമ്മുടെ മാനസികമായ ഡയറ്റ് ശരിയാക്കാൻ സഹായിക്കുന്നു. അപ്പോൾ നിങ്ങൾ തന്ന ഈ രേഖകളിലൂടെയുള്ള നമ്മുടെ ഈ യാത്രയിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങളുടെ ലക്ഷണങ്ങൾ സ്വയം തിരിച്ചറിയാനുള്ള ഒരു കണ്ണാടിയെ നമ്മൾ പരിചയപ്പെട്ടു. ജീവിതം മെച്ചപ്പെടുത്താനുള്ള A to Z എന്ന ഒരു റോഡ് മാപ്പ് കണ്ടു. ആ യാത്ര ചെയ്യാനുള്ള വാഹനങ്ങളായി യോഗയെയും നല്ല ചിന്തകളെയും മനസ്സിലാക്കി. ഇതിന്റെ എല്ലാം അടിസ്ഥാനം നമ്മൾ പുറത്തേക്കല്ല, നമ്മളിലേക്ക് തന്നെ നോക്കുക എന്നതാണ്. തീർച്ചയായും. എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ രേഖകൾ. നമ്മുടെ ശ്രദ്ധ പുറത്തേക്ക് പോകുമ്പോഴാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഈ ചർച്ചയുടെ അവസാനം ഈ രേഖകൾ നമ്മളോട് ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യമുണ്ട്. അതെന്താണ്? ഈ രേഖകളിലെല്ലാം പറയുന്നത് പോലെ നമ്മുടെ മാനസികാവസ്ഥയെ നിർണയിക്കുന്നത് നമ്മുടെ ശീലങ്ങളും ചിന്തകളുമാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ A for ആക്ഷൻ മുതൽ Z for zeal വരെയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആവശ്യമുള്ള ഒരൊറ്റ അക്ഷരം ഏതായിരിക്കും? നിങ്ങൾ ചെയ്യണമെന്ന് കരുതുന്ന ഒന്നല്ല, മറിച്ച് നിങ്ങളുടെ മനസ്സ് ശരിക്കും ആഗ്രഹിക്കുന്ന, ഏറ്റവും കൂടുതൽ മാറ്റം കൊണ്ടുവരാൻ സാധ്യതയുള്ള ആ ഒരൊറ്റ കാര്യം. അത് വളരെ ആഴത്തിൽ ചിന്തിപ്പിക്കേണ്ട ഒരു ചോദ്യമാണ്. ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം ശരിയാക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതെ, ആ ഒരൊറ്റ കാര്യത്തിൽ ഒരു ചെറിയ മാറ്റം വരുത്തിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് തുടർചലനങ്ങൾ ഉണ്ടാകാം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു പക്ഷെ അത് D for ഡിസിപ്ലിൻ ആകാം, അല്ലെങ്കിൽ C for കമ്മ്യൂണിക്കേഷൻ ആകാം. ആ ഒരു ചെറിയ മാറ്റം ശാന്തമായൊരു കുളത്തിൽ ഒരു കല്ലിടുമ്പോൾ ഉണ്ടാകുന്ന ഓളങ്ങൾ പോലെയാകാം. അതിന്റെ മാറ്റങ്ങൾ എവിടേക്ക് എത്തുമെന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. ആ ഒരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ ഈ വിശകലനം അവസാനിപ്പിക്കാം.